അയൽവാസികളോടൊക്കെ എങ്ങനെയാ? അയൽവാസികളോട് എന്ന് പറഞ്ഞാൽ ആകെയുള്ളത് ഒറ്റ അയൽവാസിയാ. പുള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റക്ക് താമസിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആരൊക്കെ ഉള്ളതെന്ന് പോലും നമുക്ക് അറിയില്ല അല്ലെ. നമ്മൾ ഇതുവരെ ആളെ കണ്ടിട്ട് അങ്ങനെ അവിടെ ആൾ താമസം ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ഡ്രസ്സൊക്കെ അലക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതെ, ചേച്ചിയുടെ ഡ്രസ്സൊക്കെ അവിടെ ഡ്രസ്സ് കണ്ടിട്ടാണ് ആൾക്കാരുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അല്ലാണ്ട് അവിടെ ഉള്ള ആൾക്കാരായിട്ട് നമുക്ക് പരിചയമോ ഇതോ ഇല്ല. അത് നല്ലതാ. അപ്പുറത്തിപ്പുറത്തെ ആൾക്കാർ നമ്മളെ കാര്യം അവർ നോക്കുന്നില്ല, അവരെ കാര്യം നമ്മൾ നോക്കുന്നില്ല. അങ്ങനെ ഒരു പ്രൈവസി നല്ലതാ. ഇങ്ങോട്ട് മാറിയിട്ട് ഇപ്പൊ എത്ര നാളായി? നമ്മള് 6 മാസമായോ? 5 4 മാസമായിട്ടുള്ളൂ. 4 മാസമായിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ. ഇനി ഓക്കെ മെയിൻ റൂം കമോൺ. നമ്മള് മമ്മൂന്റെ റൂമിലേക്ക് പോയത്. മമ്മൂന്റെ റൂമിൽ വിളിക്കാണ്ട് കയറി മമ്മൂ ചൂടാവും. ഇതെന്താ മോളെ മൂക്കൊന്ന് പൊത്തിയിട്ട് ഇങ്ങനെ വടക്കൊന്ന് ഒന്ന് പ്രൊട്ടക്ഷൻ എടുത്തോ. ഇവിടെ വല്ല പല്ലിയോ അണലി പാമ്പ് പാറ്റ എലി ഇതാണ് അവസ്ഥ. ഇവന്റെ ഇഷ്ടം ഇവനിക്ക് ഇതാണ് ഇഷ്ടം. ഇവിടെ എങ്ങനെ കിടക്ക എനിക്ക് ഫീൽ ഫ്രീ. ഇതാ മമ്മൂന്റെ കൊട്ടാരം. ഇതാണ് കൊറേ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല പാമ്പോ വലിയ കടിക്കും. അതുകൊണ്ട് ഞാൻ പോകുന്നു. മോനെ മമ്മൂന് കൊട്ടാരത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. മമ്മൂന് ഇതാ ഇഷ്ടം. മമ്മൂന്റെ ഡിഫോൾട്ട് ഇതാ. മമ്മൂ ജനിച്ചത് ഇങ്ങനെയാണ്. മമ്മൂ ജീവിക്കുന്നത് ഇങ്ങനെയാണ്. ഈ വീട്ടിൽ ഏറ്റവും വൃത്തിയുള്ള റൂം ഇതല്ലേ? എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ നിന്റെ റൂമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക. ഇടയ്ക്കെങ്കിലും ഒന്ന് വൃത്തിയാക്കുക, മടക്കി വെക്കുക, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തോന്നൂല? ഞാൻ കുറച്ച് മടിയനാവോണ്ട് വേണ്ട, കുഴപ്പമില്ല. പിന്നെ പുതിയൊരു കട്ടിൽ വാങ്ങി കൊടുക്കണം. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇവന് ഏതെങ്കിലും ഒരു എത്ര നല്ല വൃത്തിയുള്ള റൂം കൊടുത്താലും ഇപ്പൊ ഇവനെ മാറ്റിയിട്ട് അപ്പുറത്തെ റൂമിലേക്ക് ആക്കി വിചാരിക്കാം. 3 ദിവസം അതിനുള്ള ആ റൂം ഇതുപോലെ ആവും. അത് ഗ്യാരണ്ടിയാ. മുന്നേ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തും ഇങ്ങനെ തന്നെയാ. അന്നാ മുനുവിന്റെ റൂംമേറ്റ് ആക്ക്. അപ്പൊ പിന്നെ ഒരിക്കലും മുനുവിനെ അടുപ്പിക്കൂല. പ്രത്യേകിച്ച് ഈ വീട്ടിലെ മെയിൻ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സാ ഇവർ രണ്ടാളും. കാരണം അത്രയും വൃത്തി ചെയ്തും മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു OCD ആണ് മുനു. ഇവൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റാ. ഇവൻ കക്കൂസി പോയാൽ പോലും വെള്ളം ഉപയോഗിക്കൂല. അങ്ങനത്തെ ഒരു ജന്മാണ് ഇവൻ. മറന്നു പോകുന്നല്ല. നിന്റെ റൂമിനെ കുറിച്ച് 2 വാക്ക് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയാൽ. ഇത് മൊത്തത്തിലൊന്ന് കാണിച്ചോ, ചുറ്റി കാണിച്ചോ. ബ്രഷെല്ലാം ഇത് കട്ടിന്റെ മുകളിലായിരിക്കും. അത് ഉറങ്ങുമ്പോ ബ്രഷിന്റെ ഉറങ്ങി ഇവിടെ തന്നെ ബ്രഷ് ചെയ്തിട്ട് അവിടെ വെക്കും. വലിച്ചെറിഞ്ഞ് പോകുമ്പോ പിന്നീട് സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടൂലേ? പിന്നാന്ന് വെച്ചാ മമ്മൂന്റെ അലമാര നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നല്ല അടുക്കും ചിട്ടകളും കൂടി വെച്ച ഒരു അലമാര അല്ല. നല്ലതാ. തൊപ്പിക്കിടക്കുന്ന മടക്കിയൊക്കെ കൊടുത്തുകൂടെ? ഞാൻ അല്ല കുഴപ്പമില്ല. അല്ല പിന്നെ പാമ്പില്ലേ? എന്നിട്ട് അപ്പൊ ഇവിടെ ഏതെങ്കിലും മൃഗങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ? അതന്നെയല്ലേ പറഞ്ഞത്. ഇവിടെ പാമ്പുകൾക്കല്ല ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണ്. കാരണം ഒരു മാളത്തിനേക്കാളും ഒരു കാട്ടിനേക്കാളും എത്രയോ നല്ലത് ഭേദം ഇവർക്ക് ഇതാണ്. മഴയും കൊള്ളണ്ട. അതല്ലടാ, കൂട്ടിനൊരു കാണ്ടാമൃഗമുണ്ട്. മമ്മു സിംഗിൾ അല്ലേ? മമ്മു കല്യാണം കഴിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ട്. നീ കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ഓള വീടാണോ നീ കടത്തുക? എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ കിടക്കപ്പോ? അങ്ങനല്ല. അല്ല, ഈ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഒരു ഇത് കിട്ടുമോ നിങ്ങക്ക്? ഒരിക്കലും മാറൂല. അപ്പൊ ഉറപ്പാ? ഇവന് 1 വർഷത്തിന് മുകളിലായി എന്റെ കൂടെ.
നമ്മള് ഒരു 3 ഡിഫറെന്റ് വീടുകൾ, ഇത് 4ാമത്തെ വീട് നമ്മളെ, അല്ല 3ാമത്തെ വീട്, ഈ 3 വീടുകളിലും മമ്മൂന്റെ റൂം ഒരുപോലെ ആയിരിക്കും. അത് വീടുകൾ മാറും, പക്ഷെ മമ്മു മാറൂല. അത് അങ്ങനെയാണ്, മമ്മു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിലൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കണ്ട. എത്ര നന്നാക്കി കൊടുത്താലും എത്ര വൃത്തിയാക്കിയാലും ഒരു ദിവസം അല്ലെങ്കിൽ 2-3 ദിവസം അതിനുള്ളിൽ ഇതുപോലെ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ല. ഇങ്ങനെ ആക്കിയതാ ഇവനിതാ ഇഷ്ടം. ശ്രമിക്ക്. അതല്ലേ പറഞ്ഞത്, നമ്മൾ ഇവനെ കാണണമെങ്കിൽ ആ ജനലിൽ കൂടെ ഈ കുരങ്ങനെല്ലാം നോക്കുന്ന പോലെ ഈ അതായത് ഈ സൂവിന്റെ ഉള്ളില് ഈ മറ്റേ പാമ്പുകളെല്ലാം ഉള്ളില് ഒരു ഇതിൽ വെക്കൂലേ, കൂട്ടിൽ വെക്കൂലേ, അതേപോലെ നമ്മളിങ്ങനെ ഈ ജനലിൽ കൂടെ നോക്കും. വിൻഡോയിൽ കൂടെ എത്തി നോക്കിയാടാ ഇങ്ങനെ സംസാരിച്ചിട്ട് നമ്മൾ പോകും. ഇതിന്റെ ഉള്ളിലേക്ക് ആരും കയറില്ല. അതിൽ ഞാൻ ആദ്യം പറഞ്ഞത്, ഈ റൂമിൽ മമ്മു മാത്രമേ കയറും, വേറെ ആരും കയറില്ല. ബാക്കി എല്ലാവരും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ആൾക്കാർ. ഇപ്പൊ മുനു ഷമീർ ഒരു റൂമില്, ജാസിയും റാംബോ എല്ലാം ഒരു റൂമിൽ ഇങ്ങനെ ഷെയർ ചെയ്യും. പക്ഷെ ഈ അപ്പൊ അത്രേ ഉള്ളൂ. മൊത്തം 4 റൂമും കാണിച്ചില്ലേ? പിന്നെ ബാൽക്കണി കാണിച്ചു. പിന്നെ ഇതാ ഇങ്ങോട്ട് നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്ന വഴി ഇതാണ്. ഇവിടെ അലക്കാനും ഇതാക്കാനും ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ബാക്കിലെ ബാൽക്കണി, 2ാമത്തെ ബാൽക്കണി. പിന്നെ ഇതുവഴി നമുക്ക് മുകളിലേക്ക് ടെറസിലേക്കുള്ള വഴി. വെഴുതും കയറുന്നോ? ഫ്രണ്ടിൽ കയറിയോ? പിന്നെ വെച്ചാൽ നല്ല വ്യൂ ആണ്. ഇവിടെ നോക്കിയാ നമ്മളെ ചുറ്റുമുള്ള കാടും ഇതെല്ലാം കാണാൻ പറ്റും. ഈ ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണോ? എനിക്കറിയില്ല. ഇതാണ് ടെറസ്. ഇവിടെയാണ് നിങ്ങൾ തുണിയൊക്കെ തോരയിടലൊക്കെ ചെയ്യല്ലേ? പിന്നെ മഴയിലുള്ള സമയത്ത് മുകളിലേക്ക് കയറി ഇങ്ങനെ നോക്കിക്കാൻ നല്ല രസമാണ്. ചുറ്റും കാടാണല്ലോ. നല്ല രസമാണ്. വൈകുന്നേരം സമയങ്ങളിലെല്ലാം മഴയെല്ലാം ഒരു ചായയായിട്ട് ഇങ്ങോട്ട് കയറി വരും. എന്താ വെച്ചാൽ ചുറ്റും കാടാണല്ലോ, നല്ല രസമാണ്. ഇവിടെ മഴയെല്ലാം പെയ്യുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇവിടെ കണ്ടോ ഒരു കുളമുണ്ട്. നോക്കി ഇവിടെ അങ്ങനെ തന്നെ ചാടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചാടാൻ പറ്റും. ഇവിടുന്ന് ചാടാൻ പറ്റുമായിരിക്കും. കണ്ടോ കുളം കണ്ടോ? മഴക്കാലത്ത് മാത്രമേ ഇത് കുളമാവും. നിങ്ങൾ കുളിക്കാറുണ്ടോ ഇവിടെ? ഇവിടെ കുളിക്കൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. കാരണം അതിന്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടാവും പറയാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ചിലപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇറങ്ങുമായിരിക്കും. കാരണം വീട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു കുളം നല്ല രസമല്ല. ചിലപ്പോൾ നമ്മൾ ഇറങ്ങും. ഇവിടുന്ന് ചാടാനാണോ? അല്ല, ഇവിടുന്ന് ചാടാൻ പറ്റും. അതിൽ ചാടും, ചിലപ്പോൾ ഇവിടുന്ന് ചാടും. അല്ല, ഇവിടുന്ന് ചാടില്ല, അതിൽ ആ സൺഷെയ്ഡിൽ നിന്ന് ചാടാൻ പറ്റും. ഇവിടെ കുറെ മാവ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഇടക്കിടക്ക് മാങ്ങ കുറച്ച് കൊന്നുണ്ട്. ഇത് മാവാ, 2 മാവുണ്ട്. ഇപ്പൊ ഇത് മാങ്ങ കിട്ടുന്ന സംഭവം സീസൺ അല്ല തോന്നുന്നല്ലേ? ഇപ്പൊ വിന്റർ സീസൺ അല്ലേ? നിനക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഇപ്പൊ ഒറ്റ മാങ്ങില്ലാത്തല്ലേ? എല്ലാവരും നമ്മളിവിടെ വന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം മാങ്ങ. ഈ മരം പറിക്കാൻ പറ്റും, ഇങ്ങനെ കൈയിട്ട് പറിക്കാൻ പറ്റും. കാരണം ഈ ഇലകളെക്കാളും കൂടുതൽ മാങ്ങ പോലെ അത്രയും കൂടുതൽ ഇങ്ങനെ തൂങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല ഒന്നും, കാക്ക കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ നമ്മള് തൊപ്പിയുടെ വീടും പരിസരവും ചുറ്റുപാടൊക്കെ കണ്ടു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു വീട്. നല്ല നല്ല വീട്. തൊപ്പിന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല. ഇത് ആക്ച്വലി MRG ഗ്യാങ് ഹൗസ് ആണ്. അതായത് MRGന്റെ ഹോം എന്ന് പറയാം, ഗ്യാങ് ഹൗസ്. അതാണിത്, എന്റെ വീടല്ല. അപ്പം നല്ല വീട്, നല്ല ആൾക്കാര്, നല്ല അടക്കം ഒതുക്കമുള്ള പയ്യന്മാർ. പ്രത്യേകിച്ച് ആരെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യം. എല്ലാവരും വൈബാണ്. ഓരോരുത്തരും ഓരോ രീതിയില് ലൈക്ക് പല ടൈപ്പ് ക്യാരക്ടേഴ്സ്, പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. ബട്ട് ഓവറോൾ ഗ്യാങ് അടിപൊളിയാണ്. പക്ഷെ എന്നാലും ഇവിടെ ഗ്യാങ് ഹൗസ് വിസിറ്റ് ചെയ്യാൻ വരുന്ന എല്ലാ ഗസ്റ്റുകളോടും നമ്മൾ പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് ഫേവറേറ്റ് മെമ്പർ എന്നുള്ളത്. എന്നെ പറയരുത്. അല്ല, അങ്ങനല്ല, എന്നെ പറയരുത്. അങ്ങനെയൊക്കെ ചോദിച്ചാല് ഇപ്പൊ എന്താ പറയാ, ആദിലോ? ഓക്കെ. മമ്മൂന് ഇഷ്ടപ്പെട്ടില്ല? ഓൾറെഡി മമ്മു ഫേവറേറ്റ് ആണ്. മമ്മൂന് ഇഷ്ടപ്പെടാത്ത മമ്മൂന്റെ റൂമിലേക്ക് കയറിയോടുകൂടി മമ്മൂനോട്ടുള്ള എല്ലാം പോയല്ലേ. ഓക്കെ, അപ്പം ഒരു ലോങ് ഷൂട്ടിന് ശേഷം താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ എന്താ ഒന്നുമില്ല, താങ്ക് യു സോ മച്ച്, അത്രേ ഉള്ളൂ. ഓക്കെ.